ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. നാണ്യവിള കൃഷികളിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ബൈസൺ വാലി ഗ്രാമപഞ്ചായത്തിലെ പൊട്ടൻകാട് പ്രദേശത്തെ കർഷകനായ ശ്രീ VT മാണി വട്ടംപുറത്ത് അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. 2010-11 പ്ലാന്റ് ജിനോ അവാർഡും 2014-15 നാഷണൽ ഇന്നൊവേഷൻ ഫൗണ്ടേഷന്റെ അവാർഡും കരസ്ഥമാക്കിയ നാണ്യവിള കൃഷിയിലും പഴവർഗ്ഗ കൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന തൊടുപുഴയ്ക്കടുത്ത് കലൂരിലെ കർഷകനായ ശ്രീ ജോസ് മാത്യു കൊച്ചുകുടിയിൽ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. തൊടുപുഴയ്ക്കടുത്തുള്ള കലൂരിൽ പ്ലാന്റ് ജിനോ അവാർഡ് 2010-11 നാഷണൽ ഇന്നൊവേഷൻ ഫൗണ്ടേഷന്റെ 2014-15 അവാർഡും നേടിയ, പ്രത്യേകിച്ച് ജാതി കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ഒരു കർഷകൻ കൂടിയായ ജോസി എന്ന് വിളിക്കപ്പെടുന്ന ജോസ് മാത്യു കൊച്ചുകുടിയിലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിശദമായി ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് ഒക്കെ കടന്നിട്ട് എത്ര നാളുകളായി? ഏകദേശം 18 വയസ്സ് ഉള്ളപ്പോൾ തൊട്ട് അഗ്രികൾച്ചറിൽ ഞാൻ ഉള്ളതാണ്. കൃഷി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നതാണ്. ഏകദേശം ഇപ്പോൾ 40 വർഷത്തോളം ആകുന്നു. എനിക്കിപ്പോൾ 56 വയസ്സായി. കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പലവിധ കൃഷികൾ ചെയ്യുന്നു. പല സാധനങ്ങൾ, പല കൃഷികളും കേരളത്തിൽ നിന്ന് മാറിപ്പോണമെന്ന് ഞാൻ പറയുന്നുമുണ്ട്. ഇപ്പം പ്രധാനമായിട്ടുള്ള കൃഷികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് റബ്ബർ ചെയ്യുന്നുണ്ട്, ജാതി ചെയ്യുന്നുണ്ട്, റബ്ബർ തോട്ടത്തിൽ ഓർണമെന്റൽ ലീവ്സ്, അതായത് ഇല കൃഷികൾ ചെയ്യുന്നുണ്ട്, ഇടവിളയായിട്ട് ഇല ചെയ്യുന്നുണ്ട്, റംബുട്ടാൻ ചെയ്യുന്നുണ്ട്, മാംഗോസ്റ്റിൻ ചെയ്യുന്നുണ്ട്. പണ്ട് കാലഘട്ടങ്ങളിൽ തെങ്ങ് കൃഷി ചെയ്തിരുന്നു. ഇപ്പോൾ തെങ്ങ് അധികം ചെയ്യാറില്ല. ഇപ്പോൾ കൂടുതൽ കൃഷി ചെയ്യുന്നത് ജാതിയാണല്ലേ? ജാതിയും റംബുട്ടാനുമാണെന്ന് പറയാം കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ഈ ജാതി എങ്ങനെയാണ്? സ്വന്തം ജാതി ഇനമാണോ കൃഷി ചെയ്യുന്നത്? ജാതി പ്രധാനമായിട്ട് സ്വന്തം ഇനമാണ്. അതിന്റെ പ്രത്യേകതകളെന്ന് പറയാം. ഞാൻ ചെയ്യുന്ന വെറൈറ്റി, അതായത് അത് കൊച്ചുകുടി KIU കൊച്ചുകുടി എന്ന് പറഞ്ഞ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്തിരിക്കുന്ന ഒരു വെറൈറ്റിയാണ്. അതിന് ആ വെറൈറ്റിക്ക് തന്നെയാണ് 2014-15 ഇന്നോവേഷൻ ഫൗണ്ടേഷൻ്റെ അവാർഡ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ പ്രധാനമായിട്ടും കൊച്ചുകുടി എന്ന് പറഞ്ഞ ഒറ്റ വെറൈറ്റി ജാതികളാണ് കൃഷി ചെയ്യുക. അത് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 30 വർഷത്തോളമായി ഞാൻ ഈ ജാതി കൃഷിയിൽ വരികയും എൻ്റെ തോട്ടത്തിലെ ഭൂരിഭാഗം മരങ്ങളും 90% മരത്തോളവും ഈ കൊച്ചുകുടി എന്ന് പറഞ്ഞ ഒറ്റ വെറൈറ്റിയാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് ഈ ഇനം കണ്ടുപിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? എന്നും കൃഷി ചെയ്യുമ്പോൾ കൃഷിയിൽ ഇറങ്ങി പുറപ്പെടുന്ന, ഞാൻ പാരമ്പര്യമായിട്ട് പറയുമ്പോൾ ഞാൻ 4ാം തലമുറയാണ് അഗ്രികൾച്ചറിൽ. അന്നേരം പരമ്പരാഗതമായി ഞങ്ങളുടെ കുടുംബങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. എൻ്റെ പൂർവ്വ പിതാക്കന്മാർ ആൾക്കാരായിരുന്നെങ്കിലും അവരെപ്പോഴും കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും നല്ല വെറൈറ്റി നോക്കി കൃഷി ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. അന്നേരം നമ്മൾ ഏത് കൃഷിയിടം ഉണ്ടാക്കുമ്പോഴും അന്നേരം നമ്മൾ ആലോചിച്ച് നോക്കാം, 30 വർഷം മുമ്പ് ഞാൻ വെച്ചിരുന്ന ജാതികളെല്ലാം ബഡ് ചെയ്താൻ വെച്ചിരുന്നത്. അന്നേരം എപ്പോഴും അത് ഒരേ വെറൈറ്റി കൃഷി ചെയ്യാൻ അന്നേ ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന ഉൽപ്പന്നത്തിന് എന്നും ഒരേ ക്വാളിറ്റി കിട്ടും. ആ ക്വാളിറ്റി എന്നും മാർക്കറ്റിൽ നമുക്ക് മത്സരിക്കാൻ പറ്റും. അതുകൊണ്ട് അന്ന് കൃഷി ചെയ്തപ്പോഴും ആ തോട്ടത്തിൽ നിന്നിരുന്ന പഴയ മരങ്ങളിൽ നിന്നും ഒരു വെറൈറ്റി കണ്ടെത്തുകയും ആ വെറൈറ്റിയാണ് പൂർണ്ണമായിട്ടും അന്ന് തന്നെ കൃഷി ചെയ്യാൻ എടുക്കുകയും ചെയ്തിരുന്നത്. ഇത് എങ്ങനെയാണ് ഇത് കൃഷി ചെയ്യുന്നത്? നമ്മൾ കുരുവിട്ട് മുളപ്പിച്ചിട്ടാണോ അതോ പിന്നീട് അത് മുളപ്പിച്ചതിന് ശേഷം ബഡ് ചെയ്യുക? എങ്ങനെയാണ്? 30 വർഷം മുമ്പൊക്കെ ഞാൻ ബഡ് ചെയ്യുന്നത് ആദ്യം കുരുവിട്ട തൈകൾ കൃത്യമായ 30 അടി അകലത്തിൽ പ്ലാന്റ് ചെയ്യുകയും അതിനുശേഷം 2ാം വർഷത്തിൽ അത് ബഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മൾ പുതിയ പ്ലാന്റേഷനെല്ലാം നമ്മുടെ കൂടെ തൈകളിൽ ബഡ് ചെയ്ത് പിടിപ്പിച്ചുണ്ടാകുന്ന വെറൈറ്റിയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത് തവാറിനായിട്ട്, ഇത് നഴ്സറി ആയിട്ടൊക്കെ ഉണ്ടോ ഇവിടെ? നഴ്സറി ആയിട്ട് 2010 തൊട്ട് തന്നെ ഞാൻ നഴ്സറി ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് ഏകദേശം 14 വർഷത്തോളം ഞാൻ തൈകൾ വിറ്റിട്ടുണ്ട്. എല്ലാ വർഷങ്ങളിലും ഞാൻ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കാറുണ്ട്. വിൽക്കുന്നതെല്ലാം ഒറ്റ വെറൈറ്റി ജാതി തൈകളാണ് ഞാൻ ഇന്നും വിൽക്കുക. അപ്പോൾ ഇത് കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കയറ്റി പോയിട്ടുണ്ടോ? കേരളത്തിൽ മാത്രമല്ല, പുതിയ കൃഷി ചെയ്ത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഹൈറേഞ്ച് പോലുള്ള മേഖലകളിലാണ് പുതിയതായിട്ട് ജാതി കൃഷികൾ അധികം വരുന്നത്. അതേസമയം തമിഴ്നാട്, കർണാടക,
ആന്ധ്ര, തെലുങ്കാന പോലുള്ള സ്ഥലങ്ങളിൽ അവരുടെ നല്ല സ്ഥലങ്ങളിൽ, അതായത് അവർ പ്രധാനമായിട്ടും തെങ്ങ് കൃഷി ചെയ്തിരിക്കുന്ന ഏരിയകളിൽ അതിനൊരു ഇടവിളയായിട്ട് അവർ വ്യാപകമായിട്ട് ഇപ്പോൾ ജാതി കൃഷികൾ ചെയ്യുന്നുണ്ട്. ജാതി കൃഷികൾ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നെങ്കിലും നമ്മുടെ കയ്യിലാണ് വെറൈറ്റികളെല്ലാം നല്ലതുള്ളത് ഇപ്പോഴും. പക്ഷെ ഭാവിയിൽ ഇത് മാർക്കറ്റുകൾ പതുക്കെ പതുക്കെ അങ്ങോട്ടായി പോകാവുന്നതിനൊരു ചാൻസ് ഉണ്ട് നമുക്ക്. പക്ഷേ അതൊക്കെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരോ ഇപ്പോൾ മുതൽ എങ്കിലും പറയണം. ഇത് പരമ്പരാഗതമായിട്ട് കേരളത്തിലുണ്ടാകുന്നതാണെന്നും കേരളത്തിൻ്റെ പശ്ചിമഘട്ട മലനിരകളിൽ വർഷത്തിൽ 250 ദിവസം മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണെന്നും അതിനാണ് ഔഷധ ഗുണമുള്ളതെന്നും ഇപ്പോൾ മുതൽ പറയുകയും അതിൻ്റെ മാർക്കറ്റ് നമ്മുടെ കയ്യിലാക്കുകയും ചെയ്യണം. അവർ കൃഷി ചെയ്തോട്ടെ, പക്ഷെ മാർക്കറ്റ്, അതായത് ഇപ്പോൾ പൈനാപ്പിൾ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പൈനാപ്പിൾ പല സ്ഥലങ്ങളിലും കൃഷി ചെയ്യും, പക്ഷെ അതിൻ്റെ വാഴക്കുളമാണ് അതിൻ്റെ മാർക്കറ്റ്. ആ ലെവലിലേക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ മുന്നോട്ട് വരണമെന്നാണ് കാലമാണ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ജാതി കൃഷി നമ്മൾ ചെയ്യുമ്പോൾ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത്? ജാതി കൃഷി എപ്പോഴും ഒരു ഇടവിള കൃഷിയാണ്. ജാതി നല്ല തെങ്ങും തോട്ടങ്ങളുടെ ഇടവിള കൃഷിയായിരുന്നു പരമ്പരാഗതമായ കാലഘട്ടം തൊട്ട് തന്നെ ജാതി കൃഷികൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നല്ല തെങ്ങും തോട്ടങ്ങളില്ല. അന്നേരം ജാതി കൃഷി ചെയ്യാൻ ഇറങ്ങുന്നവർ ആദ്യം തന്നെ ജാതിക്കൊരു ഷെയ്ഡ് എന്തെങ്കിലും വെച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ ജാതി കൃഷിയിൽ ഇറങ്ങി പുറപ്പെടാവുള്ളൂ. ജാതി കൃഷിയെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ സാധാരണ കൃഷി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണ് ജാതി കൃഷിയെ. എന്തുകൊണ്ട്? കാര്യം എന്താണെന്ന് വെച്ചാൽ ജാതി എന്ന് ഒരു സ്പൈസസാണ്. സ്പൈസസ് ഏത് കൃഷി ചെയ്താലും അതിന് മെയിൻ്റനൻസ് നന്നായിട്ട് വേണം. നല്ല മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, ഏത് കൃഷിക്കും മെയിൻ്റനൻസ് വേണം. പക്ഷെ ജാതി കൃഷിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് അതിന് ബോഡമിസത അടിക്കുക, വളങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, അങ്ങനെയെല്ലാം ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉൽപ്പാദനം കൂടി കിട്ടത്തുള്ളൂ. അന്നേരം ജാതി കൃഷി ചെയ്യാൻ ഇറങ്ങിപ്പെടുന്ന ഒരാൾ അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ജാതി കൃഷിക്ക് ഇറങ്ങി പുറപ്പെടാവുള്ളൂ. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ ഈ ജാതി കുറേ വളർന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ശിഖരങ്ങളിലെല്ലാം വീണ്ടും വീണ്ടും പുതിയ തളിപ്പുകളുണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ വെട്ടിക്കളയുകയാണോ ചെയ്യേണ്ടത്, അതോ അതെല്ലാം വളർത്തി വിടുന്നത്? ഏത് രീതിയാണ് നല്ലത്? ജാതി കൃഷിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മെയിൻ തടിയിൽ നിന്ന് പോകുന്ന ബ്രാഞ്ചുകളിൽ പുതിയ പുതിയ ശേഖരങ്ങൾ ഉണ്ടായി വരികയും അത് നേരെ മുകളിലേക്ക് വരുന്നതായിട്ട് കാണുകയും ചെയ്യുന്നു. പക്ഷേ ജാതി എല്ലാ വർഷങ്ങളിലും പ്രൂൺ ചെയ്യുമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. എല്ലാ വർഷങ്ങളിലും ആ ജാതി മരങ്ങൾ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യത്തെ 4-5 മഴകൾ നമുക്ക് കിട്ടിയതിന് ശേഷം എല്ലാ മരങ്ങളും അകം വൃത്തിയാക്കി കാറ്റ് ഉള്ളിൽ ചേരുന്ന രീതിയിലാക്കണം. ഇന്നത്തെ രീതിയിൽ നമ്മളൊരു കൊമേഴ്ഷ്യലായിട്ട് അഗ്രികൾച്ചർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ജാതി ഒരു 25 അടി മുകളിൽ വളർത്തേണ്ട ആവശ്യമില്ല. ഒരു 25 അടി മുകളിൽ അതും പ്രൂൺ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. കാര്യം 25 ഫീറ്റിന് മുകളിൽ അവിടം വരെയുള്ള കായകൾ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. പറിച്ചെടുത്താൽ മാത്രമേ കായ്ക്ക് ക്വാളിറ്റി കിട്ടത്തുള്ളൂ. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചറിയാം, 25 അടി മുകളിലേക്ക് ഒരു ജാതി വളരണമെങ്കിൽ അതിന് മുകളിലേക്ക് ഏറ്റവും കൂടി പോയി ഒരു 100 കാ പോലും കാണത്തില്ല. ആ 100 കായ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ജോലി മുഴുവൻ ചെയ്യുന്നത്. അതിനുവേണ്ടി മരുന്നടിക്കണം, അങ്ങനെ ഒത്തിരി അതിൻ്റെ മുകളിൽ കയറി മരുന്നടിക്കണം, അങ്ങനെ ഒത്തിരി ജോലികൾ എക്സ്ട്രാ വരും. അന്നേരം കഴിയുന്നത് ഒരു 25 അടി പൊക്കാകുമ്പോഴത്തേക്ക് അത് എല്ലാ വർഷവും അങ്ങ് കട്ട് ചെയ്ത് നിർത്തുവാണെങ്കിൽ അതിൻ്റെ അടിഭാഗത്തേക്കുള്ള ശേഖരങ്ങൾ കൂടുതൽ വീശി വളരുകയും നമുക്ക് ഉൽപ്പാദനത്തിൽ ഒരു കുറവ് വരാതെ തന്നെ മെയിൻ്റനൻസ് എളുപ്പമാക്കി കിട്ടുകയും ചെയ്യും. നമ്മൾ ഏത് കൃഷി ഇനി ഭാവിയിൽ മുന്നോട്ട് പോകുന്നതോറും നമ്മുടെ മെയിൻ്റനൻസ് എളുപ്പമാക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു മാത്രമേ ഇനി ഒരു പുതിയ കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇത് വിളവെടുത്ത് കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെയാണ് ചേട്ടനത് വിൽക്കുന്നത്? ഇവിടെ ആളുകൾ വന്നെടുത്തുകൊണ്ട് പോകുമോ? എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട്, ഞാൻ പറഞ്ഞ ഒരേ ഇനങ്ങൾ കൃഷി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സ്ഥിരമായിട്ടൊരു ഒരു കസ്റ്റമറുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ജാതിക്കായ എടുക്കുന്ന. അയാൾ എല്ലാ വർഷങ്ങളിലും കൃത്യമായി വന്ന് എൻ്റെ ഇന്ന് ജാതിക്കയും പത്രിയും മുഴുവൻ കളക്ട് ചെയ്ത് പോകും. കാര്യം എനിക്കൊരു ക്വാളിറ്റി ഉണ്ട്. ഞാൻ ആ ക്വാളിറ്റി വെച്ചാണ്, അതായത് കൊച്ചുകൂടി ജാതി കായോ അല്ലെ കൊച്ചുകൂടി പത്രിയായിട്ട് തന്നെയാണ് മട്ടാഞ്ചേരി മാർക്കറ്റിൽ വിൽക്കപ്പെടുന്നത്. അതിനൊരു ക്വാളിറ്റി ഉണ്ട്. അന്നേരം ആ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് അത് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഈ ഇനം, അതായത് കൊച്ചുകുടി ഇനം ജാതി പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണ്ണൂത്തിയുമായി ചേർന്ന് 5 വർഷക്കാലം അവരുടെ ഒരു റിസർച്ച് വഴി അവർ കൃഷിക്കാരും ഫാമർ യൂണിവേഴ്സിറ്റി ബന്ധത്തിൽ 5 വെറൈറ്റികൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു വെറൈറ്റി കൊച്ചുകൂടി വെറൈറ്റിയാണ്. ബാക്കി 4 വെറൈറ്റികളും കൂടെ അതേ ദിവസം തന്നെ റിലീസ് ചെയ്തിരുന്നു. ഈ 4 വെറൈറ്റികളും വളരെ നല്ലതാണ്. അത് ഒന്ന് മാളയടുത്ത് പുല്ലൻ ജോസേട്ടൻ, പിന്നെ പുന്നത്താനം വർക്കിച്ചേട്ടൻ, പിന്നെ ഒരു പൂത്തറ വൈക്കം ജോസഫ് ഏട്ടൻ, പിന്നെ ഒരാൾ മുണ്ടത്താനം തോമസ് ചേട്ടൻ, അത് വടക്കാഞ്ചേരിയാണ്. അങ്ങനെ 5 വെറൈറ്റിയാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി റെക്കമെൻഡ് ചെയ്യുന്ന 5 വെറൈറ്റികൾ. ഈ 5 വെറൈറ്റികൾ നല്ല വെറൈറ്റികളായിട്ടാണ് അറിയപ്പെടുന്നത്.
ഈ കൊച്ചുകുടി വെറൈറ്റി എത്ര ജാതിക്കായ ഉണ്ടെങ്കിലും 1 കിലോ ഉണ്ടാവും? 70 മുതൽ 80 കാ വരെ ഇട്ടാൽ നമുക്ക് 1 കിലോയോളം തൂക്കം കിട്ടും. പത്രിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 350 പത്രി, അതായത് ആവറേജ് ഉണങ്ങി വരുന്ന ഒരു പത്രിക്ക് 3 ഗ്രാം വെയിറ്റ് കൂടുതൽ കാണും. പൊട്ടിച്ച് പരിപ്പെടുത്ത് അങ്ങനെയാണോ വിൽക്കുന്നത്, അതോ സാധാരണ? ഞാൻ സാധാരണ കൊടുക്കുന്ന പോലെയാണ് കൊടുക്കുന്നത്. പലപ്പോഴും പരിപ്പായിട്ട് അവർ അത് പരിപ്പാക്കിയും ആയിട്ടാണ് അത് വിൽക്കുക. ഇനി വേറെ ജാതി കൃഷിയിൽ എന്തെങ്കിലും കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാനുണ്ടോ? ജാതി കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങൾ മാത്രമേ എപ്പോഴും പറയുള്ളൂ. ജാതി കൃഷി ചെയ്യുന്ന ആൾക്കാർ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. അതിൻ്റെ ബോഡോമിശ്രിതമൊക്കെ കൃത്യമായ സമയങ്ങളിൽ അടിച്ചാൽ മാത്രമേ ജാതി കൃഷിയിൽ നിന്ന് ഉൽപ്പാദനം കിട്ടത്തുള്ളൂ. ഈ ബോഡോമിശ്രിതം എത്ര തവണ തളിക്കേണ്ടി വരും? അത് ഏതൊക്കെ സമയങ്ങളിലാണെന്ന് പറയാമോ? മെയ് അവസാനം ജൂൺ ആദ്യമായിരിക്കണം ആദ്യത്തെ റൗണ്ട് ബോഡോമിശ്രിതം തളിക്കുക. ആ തളിക്കുന്നതിനോടൊപ്പം തോട്ടത്തിലെ, അതായത് ഞാൻ എപ്പോഴും പറയും, നമ്മുടെ തോട്ടങ്ങളിൽ അമിതമായിട്ട് മരങ്ങൾ വളർന്നു നിൽപ്പുണ്ടാകും. അന്നേരം ആ മരങ്ങളുടെ എല്ലാ ശേഖരങ്ങൾ ആ വേനൽ മഴ വരുന്നതിനോടൊപ്പം തന്നെ മാറ്റി ആദ്യത്തെ റൗണ്ട് മെയ് ജൂണിൽ അടിക്കുക. പിന്നെ 45 ദിവസം കഴിഞ്ഞ് എപ്പോൾ നമുക്ക് തെളിഞ്ഞ് കിട്ടുന്നോ അന്ന് ഒരു റൗണ്ട് കൂടി അടിച്ചിരിക്കണം. 3ാമത്തെ റൗണ്ട് അടിക്കണോ വേണ്ടയോ എന്നുള്ളത് മഴയുടെ ഇൻറ്റൻസിറ്റി കണക്കാക്കി വേണം ചെയ്യാൻ. വേറെ നമ്മൾ ഇതിന്റെ ചുവട്ടിൽ എന്തെങ്കിലും വളങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുമോ? ചുവട്ടിൽ സാധാരണ ഞങ്ങളുടെ എല്ലാം തോട്ടങ്ങളിൽ ഞങ്ങൾ പ്രധാനമായിട്ട് ഒരു സോയിൽ ടെസ്റ്റ് ചെയ്ത റിസൾട്ടിലാണ് തോട്ടങ്ങളെല്ലാം കൊണ്ടു നടക്കുന്നത്. ജനറൽ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ കുമ്മായം നന്നായിട്ട് ഇട്ടിരിക്കണം, രാസവളങ്ങൾ ആനുപാതികമായി ചേർത്തിരിക്കണം, ജൈവവളങ്ങളും നന്നായി ചെയ്തിരിക്കണം. അത് വർഷത്തിൽ എത്ര തവണ നൽകണം? ജൈവവളം 1 or 2 തവണയായിട്ട് കൊടുക്കുക. രാസവളം ആണെങ്കിലും സോയിൽ റെക്കമെൻഡേഷൻ എത്ര തന്നിരിക്കുന്നോ അത് 2 തവണയായിട്ട് കൊടുക്കുക. ഇനി മറ്റുള്ള കൃഷികളിലേക്ക് വന്നാൽ പ്രധാനമായിട്ട് റബ്ബറാണ് പിന്നീടുള്ള കൃഷി എന്ന് പറഞ്ഞല്ലേ. ഇപ്പോൾ ഇവിടെ കൂടുതൽ ചെയ്യുന്ന ഏതിനം റബ്ബറാണ്? റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വെറൈറ്റി റബ്ബറുകളും ഞാൻ കുഴിച്ചു വിട്ടിട്ടുണ്ട്. ഏകദേശം GT1 കാലം തൊട്ട് ഇന്ന് വരുന്ന 430 വരെയുള്ള എല്ലാ വെറൈറ്റികളും തന്നെ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ടും എൻ്റെ കയ്യിൽ നിൽക്കുന്നത് 260ഉം 414ഉം RRA 430ഉമാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പ്രധാനമായിട്ടും. ഈ റബ്ബറിന് ഇടവിളയായിട്ട് എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ? റബ്ബറിന് ഇടവിളയായിട്ട് ഞാനിപ്പോൾ ഡ്രസീന മെസ്സഞ്ചിയാന എന്ന് പറഞ്ഞ ഒരു ഇലച്ചെടികൾ കൃഷി ചെയ്യാറുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ലാഭകരമായിട്ടാണ് പോകുന്നത്. പിന്നെ ഞങ്ങളുടെ എല്ലാം കൃഷിത്തോട്ടങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഞങ്ങൾ എല്ലാ തോട്ടങ്ങളും ഇറിഗേഷൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അന്നേരം ഞങ്ങളുടെ റബ്ബർ തോട്ടങ്ങളിൽ പോലും ഞങ്ങൾക്ക് ഇറിഗേഷൻ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള തോട്ടങ്ങളായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ തരം കൃഷികളിലേക്ക് മാറാൻ പറ്റുന്നത്. ചെടി കൃഷി ചെയ്തിട്ട് അത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? പ്രധാനമായിട്ട് അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇലകൾ പോകുന്നത്. അത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിനെപ്പറ്റി അതിൻ്റെ ഒരു കണക്ക് പറയുവാണെങ്കിൽ നമ്മൾ ഏകദേശം 1 ഏക്കറിൽ 3000 ചെടികളാണ് വെക്കുന്നത്. ഒരു വർഷം ഒരു ചെടിയിൽ ഏകദേശം 50 ഇലകൾ വരെ വരാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 1.5 ലക്ഷം ഇലയോളം 1 ഏക്കറിൽ ഉൽപ്പാദിപ്പിക്കാം. അതിൽ ഒരു 1 ലക്ഷം ഇലയൊക്കെ നമുക്ക് അതിൻ്റെ കേട്, അതായത് പുഴുക്കേടുകളോ അല്ലെങ്കിൽ ഇല വീണ് പോയതോ ഒക്കെ ആയിട്ട്, റബ്ബറിൻ്റെ ഇല വീണ് പോയതോ ഒക്കെ ആയിട്ട് നമുക്ക് ബാക്കി ഒരു 1 ലക്ഷം ഇല നമുക്ക് കിട്ടാം. ആവറേജ് 75 പൈസ തൊട്ട് 1 രൂപ വരെ നമുക്ക് കിട്ടാം. അങ്ങനെ ഏകദേശം നമുക്കൊരു, ഇനി റഫായിട്ട് കണക്കാക്കിയാൽ ഒരു 75,000 രൂപ വരെ നമുക്ക് 1 ഏക്കറിൽ നിന്ന് അഡീഷണൽ ഉണ്ടാക്കാം. പക്ഷേ നമുക്കൊരു 25,000-30,000 രൂപ ചിലവ് നമുക്ക് വരും. അന്നേരം റബ്ബറിൻ്റെ കൂടെ നമുക്കൊരു വരുമാനം കിട്ടുന്നതുകൊണ്ട് അത് മുന്നോട്ട് പോകുന്നു. ഇനി മറ്റ് കൃഷികൾ എന്തൊക്കെയാണ്? പഴവർഗ്ഗങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ റംബുട്ടാൻ, മാംഗോസ്റ്റിൻ, ദുറിയാൻ, കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ കൃഷി ഏകദേശം ഫ്രൂട്ട് മാർക്കറ്റുകളിലേക്ക് മാറുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് പറയുകയാണെങ്കിൽ ഇനി കേരളത്തിലെ പ്രധാന കൃഷികളായിട്ട് വരിക ഫ്രൂട്ട്സും സ്പൈസസും മാത്രമായിരിക്കാം. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। പഴവർഗ്ഗങ്ങളിൽ കൂടുതൽ റംബുട്ടാൻ തന്നെയാണോ ഇപ്പോഴുള്ളത്? കൂടുതലും റംബുട്ടാൻ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. റംബുട്ടാനാണ് നമുക്ക് ഏറ്റവും എളുപ്പം മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി.
അന്നേരം അതുകൊണ്ട് പ്രധാനമായിട്ടും പിന്നെ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇവിടുത്തെ റംബുട്ടാൻ തോട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുവാണെങ്കിൽ ഈ റംബുട്ടാൻ തോട്ടങ്ങളെല്ലാം ഒരു 7-8 വർഷം പ്രായമായതേ ഉള്ളൂ. കഴിഞ്ഞ 20 വർഷമോ അല്ലെങ്കിൽ 30 വർഷമോ തെങ്ങോ റബ്ബറോ ചെയ്തിരുന്ന മേഖലകളിലാണ് നമ്മൾ ഈ റംബുട്ടാൻ ചെയ്യുന്നത്. അന്നേരം ഈ ആദ്യത്തെ ഈ 7-8 വർഷക്കാലം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഹണിമൂൺ പീരീഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കേടുകളൊന്നുമില്ല. പക്ഷേ ഇനി മുന്നോട്ട് പോകും തോറും, അതായത് മണ്ണിലെ വളങ്ങൾ കൂടുതലായിട്ട് ഇത് വലിച്ചു തീർക്കുകയും ചെയ്യുന്നതുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും തോറും ഈ കൃഷികളിലും വളരെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവപ്പെടാൻ തുടങ്ങും, പ്രതിസന്ധികൾ വന്നേക്കാം. എത്ര ഏക്കർ സ്ഥലത്ത് ഇപ്പോൾ കൃഷികൾ ചെയ്യുന്നുണ്ട്? ഞാൻ ഏകദേശം 26 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അത് ഓരോ ഇനം, ഇപ്പോൾ റബ്ബറും മറ്റേ അലങ്കാര ചെടിയും ഒന്ന്, പിന്നെ മറ്റുള്ളവയെല്ലാം വേറെ വേറെ ആയിട്ടാണ് ചെയ്യുന്നത്. കൃഷി ചെയ്യുന്നത് കേരളത്തിലെ കൃഷി ഇടങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിലെ കൃഷി പരാജയമാകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും അതൊരു കൊമേഴ്ഷ്യലായിട്ട് അഗ്രികൾച്ചർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ എല്ലാ സാധനങ്ങളും എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ പറമ്പിൽ കുഴിച്ച് വയ്ക്കും. ഒരു ആഞ്ഞിലി വളർത്തുന്ന ആഞ്ഞിലി അവിടെ നിർത്തും. അങ്ങനെ എല്ലാം വളർത്തുന്നത് കൊണ്ട് നമ്മുടെ ഭൂമികളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ആദായം കിട്ടുന്നില്ല. അതേസമയം നമുക്ക് ഒരു ഒരേക്കർ ഭൂമി ഉണ്ടെങ്കിൽ അതിലൊരു 20 സെൻറ്റ് സ്ഥലത്ത് നമ്മുടെ വീടിന് ചുറ്റും എല്ലാ സാധനങ്ങളും കുഴിച്ചു വെച്ചു. പക്ഷെ ബാക്കി 80 സെൻറ്റിൽ നിങ്ങൾ എന്താണോ കൊമേഴ്ഷ്യലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് അതിൻ്റെ ഏറ്റവും നല്ല വെറൈറ്റി മാത്രമായിരിക്കണം കൃഷി ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് ഭൂമിയിൽ നിന്ന് ഒരു ആദായം നമുക്ക് കിട്ടത്തുള്ളൂ. ഈ ജാതി തവാറിനായിട്ട് നഴ്സറി ആയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ജാതി തൈ വിൽക്കുന്നത് എങ്ങനെയൊക്കെയാണ്? അതിൻ്റെ കാര്യങ്ങളും കൂടെ ശ്രോതാക്കളുടെ അറിവിന് വേണ്ടി ഒന്ന് പറഞ്ഞേക്കാം. ജാതി ഞാൻ പ്രധാനമായിട്ടും വിൽക്കുന്നത് ഒരു സ്റ്റെപ്പുള്ള തൈകളും ബഡ് ചെയ്തതിന് ശേഷം ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന ജാതിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ 2 രീതിയിലാണ് ജാതി ബഡ് ചെയ്യുക. ഒന്ന് കാട്ടുജാതിയിൽ ബഡ് ചെയ്യുകയും ഒന്ന് നാടൻ ജാതിയിൽ ബഡ് ചെയ്യുകയും ചെയ്യുന്നു. അന്നേരം ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ, അതായത് ഒരു 2010-11 കാലഘട്ടത്തിലൊക്കെ ഞാനും കാട്ടുജാതികളിൽ ബഡ് ചെയ്തിരുന്നു. പക്ഷെ ഞാനൊരു 2014 ആയപ്പോഴത്തോളം കാട്ടുജാതിയിലെ ബഡ്ഡിങ് നിർത്തി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാട്ടുജാതിയെ ബഡ് ചെയ്യുന്ന തൈകൾ ഒരു 5-8 വർഷം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ബഡ് ജോയിൻ്റ് വീർത്തു വന്നിട്ട് ആ ചെടികൾ നഷ്ടപ്പെട്ടു പോകും, ഒടിഞ്ഞു പോവുക, അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച മുടിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പക്ഷേ എല്ലാ മരങ്ങളിലും കാണുന്നില്ല. നമ്മളൊരു 100 മരങ്ങൾ കുഴിച്ചു വയ്ക്കുകയാണെങ്കിൽ അതിലൊരു 10-15 മരം, പക്ഷെ നമുക്ക് ഏത് മരമാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഞാൻ 2014 കാട്ടുജാതിയെ ബഡ് ചെയ്യാറില്ല, നാടൻ ജാതികളെ മാത്രമേ ബഡ് ചെയ്യാവൂ. ഈ നാടൻ ജാതിയൊക്കെ ബഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുള്ള എന്നാന്ന് വെച്ചാൽ നാടൻ ജാതിയുടെ ഏറ്റവും അടിയിൽ നമുക്ക് ബഡ് ചെയ്താൽ തീരെ കരുത്ത് കുറഞ്ഞേ അത് മുളച്ചു വരുള്ളൂ. നാടൻ ജാതികൾ ബഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാടൻ ജാതികൾ 3 സ്റ്റെപ്പ് വലുതാണ്. 3 സ്റ്റെപ്പ് വലുതായി 2 സ്റ്റെപ്പിൻ്റെ 3 സ്റ്റെപ്പിൻ്റെ ഇടയിൽ വെച്ച് ബഡ് ചെയ്യണം. എൻ്റെ തൈകളെല്ലാം 2 സ്റ്റെപ്പിനും 3 സ്റ്റെപ്പിനും ഇടയിൽ വെച്ച് ബഡ് ചെയ്തിട്ട് 1 സ്റ്റെപ്പ് വലുതായ തൈകൾക്ക് ഞാൻ 850 രൂപയ്ക്കും 2 സ്റ്റെപ്പ് വലുതായ തൈകൾ, അതായത് അത് വേറെ കൂടകളിലും വലിയ സൈസ് കൂടകളിലായിരിക്കും, അത് 1300 രൂപയ്ക്കുമാണ് ഞാൻ വിൽക്കുന്നത്. ഈ 2 ഗുണമുള്ള നമുക്ക് ഈ 2 സ്റ്റെപ്പ് താഴെ വെച്ച് ബഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന ശേഖരങ്ങൾ അത് നാടൻ ജാതിയുടെ ആയിരിക്കും. അന്നേരം അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ആണായിട്ട് കിട്ടാം. അന്നേരം അങ്ങനെ ആകുമ്പോൾ ആണും പെണ്ണും ഒരു മരത്തിൽ നിൽക്കും. അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ ഉൽപ്പാദനം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 850-ഉം 1300 രൂപയ്ക്കാണ് ജാതി തൈകൾ വിൽക്കുന്നത്. ഫോൺ നമ്പർ കൂടി ഒന്ന് പറഞ്ഞു. ഫോൺ നമ്പർ 9446010630. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ശ്രോതാക്കൾക്ക് ജാതി തൈകളുടെ വിശദവിവരങ്ങൾ അറിയാൻ സാധിക്കും. ജോസ് മാത്യു, കൊച്ചുകുടിയിൽ, കലൂർ. ഇനി മറ്റ് പഴവർഗ്ഗങ്ങളിൽ റംബുട്ടാൻ ഏത് അകലത്തിലൊക്കെയാണ് കൃഷി ചെയ്തിട്ടുള്ളത്? ഞാൻ 7 വർഷം മുമ്പ് റംബുട്ടാൻ കൃഷി ചെയ്യുമ്പോൾ ശരിക്കും 20-20 വെച്ചാണ് കൃഷി ചെയ്തിരുന്നത്. 20-20 വെച്ച് കൃഷി ചെയ്ത് ഈ റംബുട്ടാൻ തോട്ടം ആദ്യകാലങ്ങളിൽ എനിക്ക് നല്ല വിളവ് തന്നിരുന്നു. പുതിയതായിട്ട് വരുന്ന ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം, അത് കുറച്ച് സ്ഥലമുള്ള ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു രീതിയായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ആ രീതിയിൽ ആകെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ 2ാം വർഷം തൊട്ട് അത് പ്രൂൺ ചെയ്ത് ചെറുതാക്കി നിർത്താൻ പഠിച്ചിരിക്കണം. അങ്ങനെ ചെറുതാക്കി നിർത്തുന്ന എൻ്റെ തോട്ടം ഇപ്പോൾ 7ാം വർഷമായി. 7ാം വർഷമായി കഴിഞ്ഞപ്പോഴത്തേക്കും അത് തമ്മിൽ കൂട്ടിമുട്ടുകയും അന്നേരം അതിലെ കുറച്ച് മരങ്ങൾ എനിക്ക് മുറിച്ച് മാറ്റാം. ഞാനന്നേരം ഈ വർഷം എനിക്ക് ഒരു 5 ഏക്കർ ഭൂമിയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ ഈ വർഷം ഒരു 100 മരങ്ങൾ മുറിച്ച് മാറ്റും. പക്ഷേ 100 മരങ്ങൾ മുറിച്ച് മാറ്റുമ്പോൾ ഞാൻ 7 വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഉൽപ്പാദനം ഭയങ്കര വലുതാണ്. ഞാൻ വളരെ കുറച്ച് സ്ഥലത്തെ കാട് വെട്ടിയിട്ടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ലാഭം. പക്ഷെ ഒരു നന്നായിട്ട് നോക്കുന്ന ഒരു ചെറുകിട കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ പ്ലാന്റിങ് രീതി കൊണ്ട് ഒരു തെറ്റുമില്ല. പക്ഷേ ഇപ്പം ഞങ്ങൾ കൃഷി ചെയ്യുന്നത് 2 ലൈനുകൾ തന്നെ 40 അടിയും റോയിൽ 20 അടിക്കും വെക്കും. അന്നേരം 1 ഏക്കറിൽ ഏകദേശം 60 മരത്തോളം നിൽക്കും. 40 അടിക്ക് നമ്മൾ കുഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ 40 അടിയാണ് അവർ പറയുന്ന സ്റ്റാൻഡേർഡ് നിയമം. 40 അടിക്ക് നമ്മൾ കുഴിച്ചു വെച്ച ഒരു ഏക്കറിൽ 27 മരം നിൽക്കത്തുള്ളൂ. മറ്റേ നമുക്കൊരു 54 മരം നിൽക്കും. ഒരു 10 വർഷത്തേക്ക് യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് അത്രയും ആദായം കൂടുതൽ കിട്ടണം. അത് നമ്മൾ കൃഷിക്കാരില്ല, നമുക്ക് കൂടുതൽ ആദായം കിട്ടാൻ നോക്കും. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എപ്പോഴും 40-20. റോകൾ തമ്മിൽ 40-ഉം റോയിൽ 20-ഉമായിട്ട് വയ്ക്കുക.
ഇനി ഒരു 10-15 വർഷം കഴിഞ്ഞ് ഇത് കൂട്ടിമുട്ടുവാണെങ്കിൽ ആ 20 അങ്ങ് കട്ട് ചെയ്താൽ 40-ൽ നിൽക്കും. അന്നേരം നമുക്ക് ഉൽപ്പാദനത്തിൽ വലിയ കുറവും വരത്തില്ല. ഒരേ ഇനം റംബൂട്ടാൻ തന്നെയാണോ കൃഷി ചെയ്തിട്ടുള്ളത്? ഓരോ തോട്ടങ്ങളിലും, അതായത് റംബുട്ടാൻ തന്നെ പല വെറൈറ്റികൾ, N18 ഉണ്ട്, റോങ്ങറിയാൻ ഉണ്ട്, സ്കൂൾ ബോയ് ഉണ്ട്. അന്നേരം ഒരു തോട്ടത്തിൽ ഞാൻ N18 മാത്രമേ കൃഷി ചെയ്തിട്ടുള്ളൂ. പുതിയൊരു തോട്ടത്തിൽ ഞാൻ റോങ്ങറിയാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈൽഡ് ആയി വരുന്നതേ ഉള്ളൂ. ഈ അടുത്ത വർഷം തൊട്ട് അതിന് ഈൽഡായി വരും. മാംഗോസ്റ്റിൻ അത്തരം കൃഷികൾ? മാംഗോസിന് ഏകദേശം ഒരു 100 മരത്തോളമാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അത് ഏകദേശം 22 വർഷത്തോളമായി. അത് ആദായമായിട്ടുള്ളതാണല്ലേ? ആദായമായിട്ടുള്ള മാംഗോസ്റ്റിനാണ്. അതും ഇതുപോലെ തന്നെ അടങ്കലായിട്ട് വിൽക്കുകയാണോ ചെയ്യുന്നത്? അതും അടങ്കലായിട്ട് വിൽക്കുക ചെയ്യുന്നത്. മാംഗോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇപ്പോൾ പുതിയ കൃഷി രീതി എന്ന് പറയുന്നത് 12-12 വെച്ചാൽ 12-12 വയ്ക്കുവാണെങ്കിൽ ഒരു ഏക്കറിൽ നമുക്ക് ഏകദേശം ഒരു 300 മരത്തോളം നിൽക്കും. 300 മരം. പക്ഷേ ആ മരങ്ങളെല്ലാം തന്നെ പ്രൂൺ ചെയ്ത്, അതായത് ഒരു 10 അടി 12 അടി മുകളിൽ വെച്ച് പ്രൂൺ ചെയ്ത് സൈഡും പ്രൂൺ ചെയ്ത് ഒരു മതിൽ പോലെ നിർത്തും. എന്നിട്ട് ഒരു മരത്തിൽ നിന്ന് നമ്മളൊരു 10 കിലോ ഉൽപ്പാദിപ്പിച്ചാൽ മതി. 3 ടൺ ഉൽപ്പാദനം നമുക്ക് കിട്ടും. നമ്മൾ കൂടുതലായി, അതായത് നമ്മുടെ ഈ കൃഷി ഏറ്റവും ശാസ്ത്രീയമാകുന്നതിനെ പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം. പൊതുവെ ഈ പഴവർഗ്ഗങ്ങളുടെ കൃഷിയിലേക്ക് ആളുകളെല്ലാം മാറണമെന്നാണ് അഭിപ്രായപ്പെടുന്നത് അല്ലേ? കാലഘട്ടത്തിൻ്റെ അനുസരിച്ച് മാറ്റങ്ങൾ വരണം കൃഷിയിലും. നമ്മൾ ഏത് മേഖലകൾ ശ്രദ്ധിച്ചു നോക്കിയാലും അറിയാം, 50 വർഷം മുമ്പ് ചെയ്തതിലും വളരെ വിഭിന്നമായിട്ടായിരിക്കും. ഇപ്പം ഞാൻ സാറിൻ്റെ അടുക്ക പറയുകയാണെങ്കിൽ, സാറ് ആകാശവാണിയിൽ ജോലി തുടങ്ങിയപ്പോൾ ഉള്ള പോലെയാണോ ഇപ്പോൾ ജോലി ചെയ്യുന്നത്? ഇപ്പം എൻ്റെ മുമ്പിൽ ഒരു ഫോൺ വെച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത്. പണ്ടെങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്? ടേപ്പ് റെക്കോർഡർ കൊണ്ട് ആദ്യമൊക്കെ ആ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് ഇത്രയും മാറ്റം വന്നു. പിന്നെ എന്തുകൊണ്ട് ഈ അഗ്രികൾച്ചറിന് മാത്രം ഒരു മാറ്റം വരുത്തിക്കൂടാ? ആ അഗ്രികൾച്ചർ മാറും. അത് മാറി, അത് അന്നേരം എൻ്റെ ഇതിൽ ഈ അഗ്രികൾച്ചർ ഈ റബ്ബർ പോലുള്ള സാധനങ്ങളിൽ നിന്ന് മാറി. റബ്ബർ ഒരു കൊമേഴ്ഷ്യൽ ഉൽപ്പാദനമാണ്. അത് നമുക്കിനി പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫുഡ് ആർട്ടിക്കിൾസ് അല്ലെ സ്പൈസസ്, അങ്ങനെയുള്ളൊരു കേരളത്തിൻ്റെതായ ഒരു കൃഷി രീതിയിലേക്ക് മാറി വരുള്ളൂ. ഈ രാജ്യത്തിൻ്റെ 2% സ്ഥലത്ത് മാത്രമേ ഫ്രൂട്ട് കൃഷി നന്നായിട്ട് നടക്കുകയുള്ളൂ. അതായത് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിൻ്റെ കൃഷി നടക്കത്തുള്ളൂ. ഇന്ത്യയുടെ 2% എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം 90%. കേരളത്തിൻ്റെ 90% ഭൂമിയിലും ഫലവൃക്ഷങ്ങൾ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അന്നേരം ആക്ച്വലി ഇന്ത്യയുടെ ഫ്രൂട്ട് ബൗൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആക്ച്വലി കേരള ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിൻ്റെ. എന്നിട്ടും നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഈ റംബൂട്ടാൻ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ പ്രദേശം നമ്മുടെ ഈ ഹൈ റേഞ്ച് അല്ലെങ്കിൽ ഈ ലോ റേഞ്ച് പ്രദേശം മുഴുവനുമാണോ, അതോ ഏതെങ്കിലും പ്രത്യേക പ്രദേശം അങ്ങനെ ആയിട്ടുണ്ടോ? ഇതൊക്കെ എൻ്റെ ഒരു വിചാരങ്ങളാട്ടോ ഞാൻ പറയുന്നത്. ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ നമ്മൾ പറയുമ്പം കേരളത്തിൽ പൈനാപ്പിൾ കൃഷിക്കാർ ഈ 70,000 രൂപ ഒക്കെ പാട്ടം കൊടുത്തെടുക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം. അത് ചാലക്കുടി തൊട്ട് ഇങ്ങോട്ട് പോന്നാൽ നമ്മുടെ കാലടി, ഇവിടെ വന്ന് നമ്മുടെ തൊടുപുഴ, കോതമംഗലം, ഇങ്ങനെ പോയി കാഞ്ഞിരപ്പള്ളി, റാന്നി വരെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മുടെ പൈനാപ്പിൾ കൃഷിക്കാർ 1,00,000 രൂപ വരെ പാട്ടത്തിനെടുക്കുന്ന സ്ഥലങ്ങൾ. അത്രയും സ്ഥലങ്ങളാണ് ആക്ച്വലി കേരളത്തിലെ ഏറ്റവും നല്ല സ്ഥലം. ഈ ഫലഭൂഷ്ടമായും ആദ്യം മഴ കിട്ടുന്നതും ആ ഫ്രൂട്ടിന് ക്വാളിറ്റി കിട്ടുന്നതുമായ. ഇപ്പം നമ്മളെല്ലാ സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട്. മലബാറിലും ഒക്കെ ഒത്തിരി പേര് റംബൂട്ടാൻ കൃഷികളിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, വളരെ അടുത്ത കാലത്ത് തന്നെ ഇവിടെ നിന്ന് വരുന്ന ഫ്രൂട്ടിന് വില കൂടുതൽ കിട്ടാൻ തുടങ്ങും. കാര്യം ക്വാളിറ്റി ഇവിടെയാണ് നടക്കുന്നത്. അതായത് ചാലക്കുടി മുതൽ റാന്നി വരെയുള്ള പ്രദേശങ്ങൾ ഫ്രൂട്ട്സിന് പ്രത്യേകം നല്ല അനുകൂലമായ കാലാവസ്ഥയും നല്ല രുചികരമായ വിളവും ലഭിക്കുന്ന പ്രദേശങ്ങളാണെന്നാണ് ജോസേട്ടൻ പറയുന്നത്. തീർച്ചയായിട്ടും അതായിരിക്കണം ആ മേഖല. അന്നേരം ശരിക്കും കേരളത്തിന്റെ ഫ്രൂട്ട് ബൗൾ എന്ന് പറയുന്നത് ഇത്രയും സ്ഥലങ്ങളായിരിക്കും. പൊതുവെ കർഷകരോട് എന്താണ് പറയാനുള്ളത്, അവർക്കൊരു നിർദ്ദേശം? കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഗ്രികൾച്ചർ ഒരു നഷ്ടമല്ല. നമ്മൾ ചേഞ്ച് ചെയ്യാൻ മനസ്സില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും നഷ്ടമാണ് നമ്മൾ പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൊമേഴ്ഷ്യലായിട്ട് അഗ്രികൾച്ചർ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്, നമ്മൾ റബ്ബർ കൃഷി ചെയ്ത് നമ്മൾ മടിയന്മാരായി പോയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പോഴും ഇത് നഷ്ടമാണെന്ന് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് അധ്വാനിക്കാനും നല്ല രീതിയിൽ അത് ആ ചേഞ്ച് മനസ്സിലാക്കി കൃഷി ചെയ്യാനും പഠിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ലാഭകരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. മറ്റെന്തെങ്കിലും അവാർഡുകൾ കിട്ടിയിട്ടുണ്ടോ? 2010-11 എനിക്ക് പ്ലാൻ ജീനോ സേവിയർ അവാർഡും 2014-15 എനിക്ക് ഇന്നോവേഷൻ ഫൗണ്ടേഷൻ്റെ അവാർഡും കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷം. പ്രിയ ശ്രോതാക്കളെ, തൊടുപുഴയ്ക്കടുത്ത് കലൂരിൽ നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ്റെ അവാർഡ്, അതുപോലെ പ്ലാന്റ് ജിനോ അവാർഡ് ഒക്കെ നേടിയ ഒരു മികച്ച കർഷകനായ ജോസി എന്ന് വിളിക്കപ്പെടുന്ന ജോസ് മാത്യു കൊച്ചുകുടിയിലാണ് ഇത്രയും നേരം തൻ്റെ കാർഷിക അനുഭവങ്ങളോട് പങ്കുവച്ചത്. ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. നാണ്യവിള കൃഷിയിലും പഴവർഗ്ഗ കൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന തൊടുപുഴയ്ക്കടുത്ത് കലൂരിലെ കർഷകനായ ശ്രീ ജോസ് മാത്യു കൊച്ചുകുടിയിലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്.
പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. അടുക്കളത്തോട്ടത്തിലെ കോവൽ കൃഷി. കോക്സീനിയ ഗ്രാൻഡിസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന കോവൽ വെള്ളരിവർഗ വിളകളിലെ ഒരു ദീർഘകാല പച്ചക്കറിയാണ്. അന്നജം, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, കരോട്ടിൻ, തയാമിൻ, കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, വിറ്റാമിൻ സി, നാരുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് കോവയ്ക്ക. പച്ചക്കറി എന്നതുകൂടാതെ ഇതിന്റെ വേര്, കാണ്ഡം, ഇല തുടങ്ങി മിക്കവാറും എല്ലാ ഭാഗങ്ങളും ത്വക്ക് രോഗങ്ങൾ, ബ്രോങ്കൈറ്റിസ്, പ്രമേഹം മുതലായ രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നു. കേരളത്തിൽ പ്രധാനമായും ഉരുണ്ട കായ്കളുള്ളതും നീണ്ട വരകളോടുകൂടിയ കായ്കളുള്ളതുമായ 2 ഇനങ്ങൾ കൃഷി ചെയ്തു വരുന്നു. സാധാരണയായി കോവൽ തണ്ടു മുറിച്ച് നട്ടാണ് കൃഷി ചെയ്യുന്നത്. നല്ല വിളവ് തരുന്ന പെൺചെടിയുടെ 30 മുതൽ 40 സെന്റിമീറ്റർ നീളവും 2 സെന്റിമീറ്റർ കനവുമുള്ള 3-4 മുട്ടുകളുള്ള തണ്ടുകളാണ് നടീൽ വസ്തുവായി ശേഖരിക്കേണ്ടത്. നല്ല നീർവാർച്ച സൗകര്യമുള്ള സ്ഥലമായിരിക്കണം കോവൽ കൃഷിക്കായി തിരഞ്ഞെടുക്കേണ്ടത്. 60 സെന്റിമീറ്റർ നീളവും 60 സെന്റിമീറ്റർ വീതിയും 45 സെന്റിമീറ്റർ ആഴവുമുള്ള ചതുരാകൃതിയിലുള്ള കുഴികൾ എടുത്ത് 25 കിലോഗ്രാം ചാണകപ്പൊടി മേൽമണ്ണുമായി ചേർത്തിളക്കുക. ഓരോ കുഴിയിലും അടിവളമായി 45 ഗ്രാം യൂറിയ, 150 ഗ്രാം മസൂറി ഫോസ്, 25 ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകണം. ഓരോ തടത്തിലും 2 മുതൽ 3 തണ്ടുകൾ, 2-3 മുട്ടുകൾ മണ്ണിനടിയിലായി വരത്തക്ക വിധം നടുക. കാലവർഷത്തിന്റെയും തുലാവർഷത്തിന്റെയും ആരംഭത്തിൽ കോവൽ നടാം. അടിവളമായി 200 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും മേൽവളമായ യൂറിയ 25 ഗ്രാം, പൊട്ടാഷ് 15 ഗ്രാം എന്നിവയോടൊപ്പം 200 ഗ്രാം കടലപ്പിണ്ണാക്കും പ്രയോഗിക്കുന്നത് നല്ലതാണ്. നട്ട് 3 ആഴ്ചയ്ക്ക് ശേഷം വള്ളി വീശുമ്പോഴും വീണ്ടും 3-ാമത്തെ ആഴ്ചയ്ക്ക് ശേഷം പുഷ്പിക്കുമ്പോഴും മേൽവള പ്രയോഗം നടത്തേണ്ടതാണ്. വള്ളികൾക്ക് പടർന്നു കയറുവാൻ പന്തലിട്ട് കൊടുക്കേണ്ടതാണ്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഉണങ്ങിയതും രോഗം ബാധിച്ചതുമായ വള്ളികൾ മുറിച്ചുമാറ്റി പുതിയ വള്ളികൾ വളരുവാൻ അനുവദിക്കണം. ഈ സമയം 25 കിലോഗ്രാം ചാണകം അല്ലെങ്കിൽ കമ്പോസ്റ്റ് തടങ്ങളിൽ ഇട്ട് മൂടണം. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.